ഇന്ന് മലയാളത്തിൻ്റെ സ്വന്തം നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ മനസ്സിലുള്ള ലാലേട്ടൻ മുഹൂർത്തങ്ങൾ ഇവിടെ പറയുന്നു. കുഞ്ഞുനാൾ തൊട്ടേ ലാലേട്ടൻ്റെ വലിയൊരു ആരാധികയായിരുന്നു ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ നോട്ട് ബുക്കിലൊക്കെ ലാലേട്ടൻ്റെ ഫോട്ടോസുള്ള നോട്ട് ബുക്ക് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. എൻ്റെ നോട്ട് ബുക്കിലൊക്കെ ആ നോട്ട് ബുക്കിൻ്റെ ചട്ടയിലൊക്കെ ലാലേട്ടൻ്റെ ഫോട്ടോകളായിരിക്കും. നീല ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ്. അപ്പം സ്കൂളിൽ കുട്ടികളൊക്കെ എന്നെ ലാലേട്ടാന്ന് വിളിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ എന്താ ലാലേട്ടാ ഇന്നലെ എന്താ വരഞ്ഞേ എന്നൊക്കെ ചോദിക്കും. അതുപോലെ സിനിമ കാണാൻ പോയാലും ലാലേട്ടൻ്റെ അന്നൊക്കെ ലാലേട്ടൻ ഒന്ന് മരിക്കും, അല്ലെങ്കിൽ ലാലേട്ടനെ ജയിലിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള പടങ്ങളായിരുന്നു. അപ്പോൾ സിനിമ തിയേറ്ററിലെ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും എണീറ്റാലും എൻ്റെ കരച്ചിൽ മാറില്ല. ഞാൻ ലൈറ്റ് ഇട്ടാലും സിനിമ തിയേറ്ററിൽ ലൈറ്റ് ഇട്ടാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണ് അടക്കിണ്ടാവും, കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുപോലെ ലാലേട്ടൻ്റെ സിനിമ എനിക്ക് താളവട്ടം വലിയ ഇഷ്ടമാണ്. താളവട്ടം സിനിമ ലാലേട്ടൻ കാർത്തിക ജോഡി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അവർ. എത്ര കണ്ടാലും മതിയായില്ല. അതുപോലെ മീന, ലാലേട്ടൻ മീനും അങ്ങനെ അവരുടെ ജോഡി എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ലാലേട്ടൻ ഇപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുഞ്ഞുനാളിലത്തെ കാര്യങ്ങൾ പറയാനുള്ളൂ. അതുപോലെ ലാലേട്ടൻ്റെ സിനിമയിൽ ആരും തല്ലുന്നതോ അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ദൃശ്യം സിനിമ 1, 2 ഞാൻ തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ കാണാൻ പറ്റാണ്ട് ഞാൻ ഓഫ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമ മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല. 2 സിനിമയും അത് കാണാൻ പറ്റില്ല എനിക്ക്. അതിൻ്റെ തുടക്കം കാട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തുടരും സിനിമ, അത് ഞാൻ വലിയ ഇഷ്ടത്തിലാണ്. ലാലേട്ടന് ശോഭനയല്ലേ, നല്ല ഇഷ്ടത്തിന് പോയി കണ്ടതാണ്. പക്ഷെ എനിക്ക് ഞാൻ തുടക്കം തൊട്ട് തല താഴ്ത്തിയിരുന്ന് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാതെ പോകുന്നൊരു സിനിമയാണത്. അതിലേക്ക് നോക്കാൻ എനിക്ക് പറ്റില്ല, അത്രയും സഹിക്കാൻ പറ്റാത്തതാണ്. ലാലേട്ടൻ ആരെയും അങ്ങോട്ട് ഇടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പടികമൊക്കെ. പക്ഷെ ലാലേട്ടൻ ഒരാളിങ്ങോട്ട് ആക്രമിച്ചോ എനിക്കത് കാണാൻ പറ്റില്ല. ലാലേട്ടൻ അടിക്കണമെന്നൊന്നും എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ 3 പടം ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കമലദളം എന്ത് നല്ല സിനിമയാണല്ലേ. കമലദളം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടനൊരു ആക്ടറല്ല ശരിക്കും. ലാലേട്ടൊരു വിസ്മയമാണ് അല്ലേ, കലാകാരൻ, നല്ലൊരു വിസ്മയമാണ് ലാലേട്ടനെ പോലെ ലാലേട്ടൻ മാത്രം. എന്ത് ചിരിപ്പിക്കണോ, കരയും. നമ്മൾ ലാലേട്ടൻ കരയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കരയും, ലാലേട്ടൻ ചിരിക്കുമ്പോൾ നമ്മൾ അതൊരു മാജിക്കാണ് ലാലേട്ടൻ്റെ അല്ലേ. അതുപോലെ എല്ലാ കഴിവും ലാലേട്ടനിലുണ്ട്. ചിരി, കോമഡി, പാട്ട്, ഡാൻസ്, അഭിനയം ഒക്കെ ചെയ്യുന്ന സഹലകലാവല്ലഭനാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പം നമ്മുടെ ലാലേട്ടന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ ആരാധികയുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.